എല്ലാവർക്കും അഭിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ലിങ്കൻ ഷെയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ്. അപ്പം അവിടെ ഒരു ലേക്കും അതിനോട് ചുറ്റുമായിട്ട് കുറേ കാരവാൻസൊക്കെ ഇട്ടിട്ട് പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും, അപ്പോൾ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാനുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ യോർക്ക്ഷയർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയൊരു കൗണ്ടിയായിരുന്നു. ഇപ്പോൾ അതൊരു 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുള്ളത് വെസ്റ്റ് യോർക്ക്ഷയർ ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ലിങ്കൻ ഷെയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് യോർക്ക്ഷയറിൻ്റെ തൊട്ട് അടുത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മൈലാണ് നമുക്ക് പോകാനുള്ളത്. ഇതേപോലത്തെ കൺട്രി സൈഡ് റോട്ടിൽ കൂടെയാണ് പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഡ്രൈവാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ ലിങ്കൻ ഷെയറിലുള്ള തത്തർഷാൽ ലേക്ക് റിസോർട്ടിൽ എത്തിയേക്കാണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു ചെക്ക് പോസ്റ്റും അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും എവിടേക്ക് പോകേണ്ടതെന്നൊക്കെ ഉള്ളത്. Afternoon, how are you? Checking in. Way resort is perfect. Straight across the mini roundabout just up ahead. So where that car's going right, you're going straight on. Okay, I'll go straight. Follow it all the way down, and the car park's on your left-hand side. Main building. First stop of doors is guest services, and that's where you check in. All right, thank you so much. Got the sunshine with you. It's cloudy this morning. Okay. All the way down, you will see left hand side the car park. Yeah. One thing, we'll park here somewhere. നമ്മളങ്ങനെ തത്തർഷാൽ ലേക്സ് എന്ന് പറഞ്ഞ ആ റിസോർട്ടിൻ്റെ അവിടെ എത്തിയേക്കണം. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിനുള്ളിൽ എല്ലാ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ റെസ്റ്റോറൻറ്റൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതാണെന്നുകൊണ്ട് ചെക്ക് ഇൻ ചെയ്യേണ്ട സ്ഥലം ഈ ഒരു കാരവാൻ. അപ്പോൾ നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ഈ കണ്ടാണ് ഗസ്റ്റ് സർവീസ്. അപ്പോൾ ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം. സമയം ഇപ്പോൾ നമുക്ക് 12 മണിയായപ്പോഴേക്കും നമ്മളിവിടെ എത്തി. ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ ഒരുപാട് ഇതേപോലത്തെ ഷോപ്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അവർ ആക്സസ് കാർഡൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തത്തർഷാൽ ലേക്സ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ 2:30-ക്കാണ് നമുക്ക് റൂം റെഡിയാവുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി ഇവിടെ എന്താണെന്നുള്ളതൊക്കെ കണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസം മിനിമം എടുക്കണം. അപ്പോൾ എന്തായാലും 2 ദിവസം ഇനി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. എന്തായാലും അടിപൊളി സ്ഥലം, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ കണ്ടില്ലേ, ഈ ലേക്കിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, ഇതേപോലത്തെ കാരവാൻസിലാണ് നമ്മളിന്ന് താമസിക്കാൻ പോകണം. നമ്മളെന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കുന്ന വെച്ചിട്ടാണ്. അതുകൊണ്ട് ഫുള്ള് ഡക്സ് ഇടുന്നത് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല വലിയ ലേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേ 5 റെസ്റ്റോറൻറ്റ്സ് ഇതേപോലത്തെ ഉണ്ട്. നല്ല വലിയ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ബാറ് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കാറുണ്ട്. അപ്പം ഈ വീക്കെൻഡ്സിലൊക്കെ ആണെങ്കിൽ ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കാറുണ്ട് കേട്ടോ, ഈ വലിയ സ്റ്റേജിൽ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ റിസപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് കമ്പാർ എന്ന് പറയാം. നമുക്കാണ് നമ്മൾ കഫേന്ന് പുറത്തേക്ക് ഇറങ്ങണത് കണ്ടില്ലേ, നേരെ ഈ ലേക്കിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഇവിടെയും കുറേ ഷോസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇതിവിടെ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞില്ലേ 5 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഫുള്ള് ജെറ്റ്, ഇവിടെ ഫൈറ്റർ പ്ലെയിൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സൗണ്ട്, രക്ഷയില്ല. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫാമിലി ബീച്ച് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ഫൈറ്റർ ജെറ്റ് ആണ്. ഫാമിലി ബീച്ച് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ജെറ്റ് പ്ലെയിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സൗണ്ട്, രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇതിവിടെ മറ്റേ ക്യാമ്പ് ഫയറൊക്കെ ഇടാനുള്ള സെറ്റപ്പാന്ന് തോന്നിട്ടോ. നല്ല അടിപൊളിയൊരു സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ട് മഴ ചാറുണ്ട്. ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. നമുക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ നടക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറേ ഫൈറ്റർ ജെറ്റ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ തത്രഷാൽ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു റിസോർട്ട് ഉണ്ടാകും. അപ്പം ഈ സൈഡിൽ മുഴുവൻ കാണുന്നത്, ഈ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് റെസ്റ്റോറൻറ്റ്സ്, ബാറ്, പിന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പുറത്ത് ഫുള്ള് കാരവാൻസൊക്കെ ഇട്ടേക്കാണ്. നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിക്കാനൊക്കെ ഉണ്ട്, കുറേ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഉണ്ട് ഇവിടെ. വിൻ്റർ ടൈമാണെങ്കിൽ പൊളിക്കും. ഫാമിലി ബീച്ച് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതേപോലെ ചെയറൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഏരിയ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമായിരിക്കും. എന്തായാലും വന്നിട്ടുള്ളൂ, ബാക്കി ഇനി ഇവിടുത്തെ നടന്ന് നോക്കട്ടെ. നല്ല വിൻഡി, നല്ല തണുപ്പ്. എത്രയും പെട്ടെന്ന് നമുക്ക് റൂമെടുത്ത് റൂമിൽ പോയിട്ടുള്ള സെറ്റപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഏരിയ. ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചതൊക്കെ. അപ്പം നമ്മളവിടെ നിന്ന് വന്നു. നല്ല തണുപ്പ്, ഒരു രക്ഷയില്ല ഇരിക്കാനായിട്ട്. നേരെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം നമുക്കപ്പോൾ. ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ. നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ചെക്ക് ഇൻ ചെയ്യാൻ നടക്കണം കേട്ടോ. ഇപ്പം 2:30 കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ നല്ല തണുപ്പാണ്. ക്ലൈമറ്റും ചെറുതായിട്ട് മങ്ങി തുടങ്ങി. വിൻ്റർ ആയതിനെ കൊണ്ട് തന്നെ ഏകദേശം ഒരു 3:30 കഴിയുമ്പോഴേക്കും സൺസെറ്റ് ആവും. അതാണ്, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാരവാൻ. പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ലേക്ക് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കത് കിട്ടിയില്ല, ഇന്ന് അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നേരെ ഈ കാണുന്ന കാരവാനാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ജസ്റ്റ് നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് വരാം. നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടത്. ഇവിടെ എന്ത് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു ലോക്ക്. സൈഡിലത്തെ എന്നിട്ട് ലോക്ക്, ഫ്രണ്ടിലത്തെ ലോക്ക് തുറക്കണില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാരവാൻ. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ടി വി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഫ്രണ്ടിൽ നിന്ന് തുറക്കാൻ പറ്റില്ല, ഉള്ളിൽ നിന്ന് തന്നെ തുറക്കണം. ഇവിടെ സോഫയും കാര്യങ്ങളും, ചെറിയൊരു ടേബിള് ഇവിടെ വേണ്ടില്ലേ, നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലത്തെ ഒരു ടേബിള്. കിച്ചൺ സെറ്റപ്പ് എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. കിച്ചണിൽ ഓവനുണ്ട്, അറിയില്ല, പ്ലേറ്റ്സും കാര്യങ്ങളും, കുക്ക് ചെയ്യാനുള്ള വെസൽസൊക്കെ ഉണ്ട്. ഉണ്ട്, ഫ്രൈങ് പാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ഇതുണ്ട്, ഇപ്പോഴുണ്ട് അല്ലേ. അപ്പം നമുക്ക് 8 പേർക്ക് എടുക്കാമെന്നാണ് പറഞ്ഞത്. വാഷ്റൂം, പിന്നെ അതേ കണ്ടില്ലേ, ഇവിടെ 2 ബെഡ് ഇതേപോലത്തെ. പിന്നെ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ് ഉണ്ട്, അതിനൊരു ടി വി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു വാഷ്റൂം, കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഒരു ചെറിയൊരു ഹോട്ട് ടബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ട് ടബ് സെപ്പറേറ്റ് ഇട്ടാ. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി പട്ടയ്ക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മളെ കാരവാൻ്റെ അടുത്ത് വരെ വണ്ടി വരും, നമുക്കിവിടെ പാർക്ക് ചെയ്യാം. 88 പൗണ്ട് തൊട്ട് നമുക്ക് മുകളിലേക്കുണ്ട് 2 ദിവസത്തിന്. നമുക്ക് 8 പേർക്ക് നിൽക്കാം. ഇത് നമ്മളതിനുള്ളിൽ വന്നതൊക്കെ ഇങ്ങനത്തെ കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കിഡ്സിനൊക്കെ നോക്കിയേ. ഇങ്ങനത്തെ ഫുള്ള് ഗെയിമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. വലിച്ചോ നമുക്ക് ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ഹോട്ട് ടബ് കേട്ടോ. നമുക്കിത്
ഇങ്ങനെ ഉണ്ടാവും. ഓരോ ചെയറുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്, എല്ലാവർക്കും ഇരിക്കാനായിട്ട്. അതേപോലെ ഇങ്ങനെ ഇരിക്കുക. ബീഫ് കറി, ചിക്കൻ ഫ്രൈ, എന്നിട്ട് ബീഫ് നമ്മുടെ ഫ്രൈ ആക്കാനായിട്ടുള്ളത്. ഏത് അവിടെ ചിക്കൻ ഗ്രില്ലാക്കാനുള്ള അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ്. നല്ല സണ്ണി, അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് തത്രശാൽ ലേക്ക് റിസോർട്ടിൻ്റെ ഒരു സ്റ്റേ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. മെയിനായിട്ട് പൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ വീഡിയോ നല്ലവിടെ അല്ലായിരുന്നു. പിന്നെ തണുപ്പാരം കൊണ്ടുള്ള പുറത്തെ ആക്ടിവിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് ലിങ്കൻ ഷെയറിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയൊക്കെ വന്നായിരുന്നു. ചെറിയൊരു കമ്മ്യൂണിറ്റി നമ്മുടെ തത്രശാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 minutes ഡ്രൈവാണ്. അപ്പോൾ ഇവിടുത്തെ ലിങ്കൻ ഷെയർ കോർപ്പറേറ്റീവ് ഫുഡ് സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വിലക്കുറവായിരുന്നു. അപ്പോൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്ത് തന്നെ മീറ്റ് ഷോപ്പും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തിങ്സ് മേടിച്ചിട്ടാണ് ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് 2 nights വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് തത്രശാൽ ലേക്സ് റിസോർട്ടിലെ സ്റ്റേയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ 88 പൗണ്ട് തൊട്ട് മുകളിലോട്ടുണ്ട്. അപ്പോൾ മിനിമം 2 nights നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ അതിനാണ് ഈ 88 പൗണ്ട്. നമ്മളെടുത്ത ഈ റൂമിന് 120 പൗണ്ടാണ്. അപ്പോൾ അത് ഹോട്ട് ടബ് ഉള്ളതുകൊണ്ടാണ് 8 പേരുടെ പ്രൈസാണ് 2 nights. അപ്പോൾ സമ്മറിലൊക്കെ വരാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം 10 മണിക്കാണ് ചെക്കൗട്ട് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചെക്കൗട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നേരെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ നേരെ വരുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ ഡ്രൈവാണ് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കുള്ളത്. നമ്മൾ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ കുറേ ദൂരമൊക്കെ. പിന്നെ ഇന്ന് അത്ര, അതായത് മൂടിക്കെട്ടി നല്ല സൺലൈറ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇത് ഫുള്ള് ഇതേപോലെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാം. പക്ഷേ അടിപൊളി സ്റ്റേ ആയിരുന്നു. സമ്മർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിൻ്ററും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഇത് ചെറിയൊരു റൗണ്ട് അബൌട്ട് കണ്ടില്ലേ. നമുക്ക് നേരെ എക്സിറ്റ് അടിക്കാം. എക്സിറ്റിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. സാധനം തുറക്കാൻ പോവാ. അപ്പോൾ നമ്മളിവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ഷോപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഹോട്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ട് നേരെ ഈ കാണുന്ന സ്ഥലത്ത് ഹോട്ട് ഫുഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഈ വുഡ്സിൻ്റെ ഇടയിൽ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നോക്കട്ടെ, പറ്റിയെങ്കിൽ അതിൽ എടുക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാം. ഹോട്ട് ഫുഡ് എന്ന് പറഞ്ഞിട്ടേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചേട്ടാ, ഹോട്ട് ഫുഡ് എന്ന് പറഞ്ഞ റൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടികൾ നല്ലോണം വരുന്നുണ്ട്. നോക്കട്ടെ മറ്റേ വണ്ടി പോയി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ. ആണല്ലേ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹോട്ട് ഫുഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പിക്നിക് സൈറ്റാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ ഇത് ഇവിടെ ഇപ്പം ആക്റ്റീവ് അല്ല, പക്ഷേ ഇവിടെ സമ്മർ ടൈമിൽ ഇത് ആക്റ്റീവായിരിക്കുന്നതാണ് പറയണത്. അതല്ലേ, ഇവിടെ ഫുള്ള് പിക്നിക്കിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പിക്നിക് ബാറ്, ഇവിടെ ഒരു ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു പിക്നിക്കിനുള്ളൊരു സ്ഥലം നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ തന്നെ ഈ തത്രശാൽ ലേക്സിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളതാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടില്ലേ, ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ നല്ല സൺലൈറ്റ് ഉണ്ട്, അതന്നെ കൊണ്ട് കാണാൻ പറ്റാത്തത്. നേരെ ഈ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആക്റ്റീവ് ആവും സമ്മർ ആകുമ്പോൾ. ഇപ്പോൾ വിൻ്റർ ആയതിനെ കൊണ്ടാണ് ഇതൊക്കെ ക്ലോസ്ഡ്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നിന്ന് പോകാം. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടാ കംപ്ലീറ്റ് കൃഷി സ്ഥലം. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കണ്ടത് കംപ്ലീറ്റ് ഇവിടെ ട്രാക്ടറൊക്കെ ഇട്ട് മേയ്ക്കുന്നുണ്ടാ.